നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിവിടെ അഭയം തന്നത് നീയാ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിനക്ക് ഈ വീട്ടിൽ സൽപ്പേരുണ്ടാക്കി തന്ന് എനിക്ക് എന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്നെക്കുറിച്ച് ഇവിടെയുള്ളവര് നല്ലത് മാത്രം പറയണം. ഇവിടത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം. നീ റെസ്റ്റ് എടുത്തോ നിധി. ഗൗതമിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചീരസൂപ്പ് ഉണ്ടാക്കിയതാ. രക്തം വർദ്ധിപ്പിക്കാൻ ചീര നല്ലതാ. ഇത് കഴിച്ച ഗൗതം പഴയതിനേക്കാളും ചുണക്കുട്ടനാവും. സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് ഇവിടെ. നിന്റെ സഹായം ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് വിശ്വസിച്ച ഇവളുണ്ടാക്കിയ ആഹാരം ഗൗതമിന് കൊണ്ട് കൊടുക്കുന്നത്? അതിൽ വിഷം ചേർക്കാൻ പോലും ഇവള് മടിക്കില്ല. ഞാൻ അത്തരം കുട്ടിയല്ല. ഇതൊക്കെ കേട്ട് സഹി ഇട്ടിട്ടാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെയും കുത്തുവാക്കുകൾ കേൾക്കാനാണല്ലോ ഈശ്വര എന്റെ യോഗം. അങ്ങനെയാണെങ്കിലേ നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ. നിന്റെ സ്വഭാവം ഒട്ടും അറിയാത്ത ഏതെങ്കിലും കാട്ടുമുക്കി ചെന്ന് താമസിച്ചാലേ കുത്തുവാക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ. നിന്നെ അറിയാവുന്ന ഒരു മോശം തന്നെ പറയൂ. എന്താ ഇവിടെ ഒരു പ്രശ്നം? ഗൗതമിന് വേണ്ടി ഈ വീട്ടിൽ ശിവാനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവൾ അടുക്കള കേറാനേ പാടില്ല. അത് തീരുമാനിക്കുന്നത് ഏട്ടത്തിയല്ല, ഞാനാ. ഗൗതമിനെ ഒരു ഹോം നഴ്സിനെ പോലെ ഇനി പരിചരിക്കുന്നത് ഇവളാ. ഗൗതമിന് വേണ്ട ആഹാരം മുഴുവൻ ഇവള് പാകം ചെയ്യും. അതാണ് എന്റെ തീരുമാനം. അപ്പൊ നിധിയോ? ഇവൾ അവന്റെ ഭാര്യയല്ലേ? ഭാര്യയെ പോലെ വരുമോ ഈ ഹോം നഴ്സ്? ഇവൾ ആരുടെ ഭാര്യയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നിട്ട് മതി വാചകോടി. നിധിയെ എന്റെ മകന്റെ ഭാര്യ, ഇവിടുത്തെ മരുമകൾ. അത് പറയാൻ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിട്ടേക്കമ്മേ. ഈശ്വരമംഗലം കുടുംബത്തിൽ കഴിഞ്ഞ 30 വർഷമായി ആന്റി പറയുന്നതല്ലേ നടക്കാറുള്ളൂ. ഇതോ അങ്ങനെ നടക്കട്ടെ. ശിവാനി, ഗൗതമിനിപ്പോ എന്താ കൊടുക്കുന്നത്? ഞാൻ ചീരസൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആന്റി. എങ്കിൽ നിന്റെ കൈകൊണ്ട് തന്നെ അത് അവന് കൊടുക്കണം. സ്പൂൺ കൊണ്ട് കോരി കൊടുത്തോ. പിന്നെ കിടക്കുന്നതിന് മുമ്പ് അവന്റെ ശരീരം നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഇനി അഥവാ കുളിക്കാൻ അവന് താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നെ അവനെ കുളിപ്പിക്കുകയും വേണം. ഓ അങ്ങനെ ആവട്ടെ. സോപ്പും ഇഞ്ചിയും തേച്ച് കുളിപ്പിക്കാം. ഹോസ്പിറ്റലിലെ അഴുക്കൊക്കെ പോട്ടെ. നിന്നെ ആരെങ്കിലും തടഞ്ഞ എന്നോട് പറഞ്ഞാ മതി. ശരി ആന്റി. വസുന്ധരാന്റി പറഞ്ഞാ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ സൂപ്പ് എടുക്കട്ടെ. ഞാനിത് ഗൗതമിന് കൊടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. പിന്നെ ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന കാര്യം മറക്കണ്ട. ഗൗതം നിർബന്ധിച്ചാ ഞാൻ കുളിപ്പിക്കാം. ഓക്കെ. മോളെ, നിന്റെ സ്ഥാനം ശിവാനിക്ക് പതിച്ചു കൊടുക്കാനാ വസുവിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. അമ്മ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്റെ സ്ഥാനം ആരും തട്ടിയെടുക്കില്ല. ഒരുമ്പിട്ടിറങ്ങിയാലേ മേനകയെ വരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവള് ചിലപ്പോ ഗൗതമിനോട് കൂടുതൽ അടുത്താലോ? എന്റെ അമ്മേ, സാറിന്റെ റൂമിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. സാർ അവളെ അവിടുന്ന് പറപ്പിക്കും. കരഞ്ഞോണ്ടായിരിക്കും അവള് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ശിവാനി നാണം കെട്ട് ഇറങ്ങിപ്പോകുന്നത് നമുക്കും കാണാം. അതൊരു നല്ല ഐഡിയ. സാറ് ശിവാനിയെ പൊളിച്ചെടുക്കുന്നത് നമുക്ക് ആസ്വദിക്കാം. എങ്കി വാ വാ. അല്ല, ഏട്ടനെന്താ വിളിച്ചേ? എന്നെ ഇവിടുന്ന് പുറത്തു പോകാൻ ആരും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ ഏട്ടാ? ഓഫീസിലെ CCTV ഫുട്ടേജിന്റെ ഹാർഡ് ഡിസ്ക് എനിക്ക് വേണം. പ്രത്യേകിച്ച് ഓഫീസിന് പുറത്തുള്ള ക്യാമറകളുടെ വിഷ്വൽസ്. ഐ മീൻ പാർക്കിംഗ് ഏരിയയും എൻട്രൻസ് ഗേറ്റും. എത്ര ദിവസത്തെ ഫുട്ടേജാ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 2 ആഴ്ചത്തെ. എന്താ ഏട്ടാ? ഏട്ടന് പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് ഏട്ടൻ എന്തെങ്കിലും സംശയമുണ്ടോ? അതൊന്നും തൽക്കാലം നീ അറിയണ്ട.
ഇവള് ഗൗതമന്റെ റൂമിൽ കയറുമെന്ന് പറഞ്ഞിട്ട് കേറിയില്ലല്ലോ. ചിലപ്പോ പേടിച്ച് നിൽക്കാവും. സാറിന് അവളോട് കട്ട കലിപ്പാന്ന് അവക്കറിയാം. അവള് ചെയ്ത ദ്രോഹങ്ങള് വസുന്ധരാന്റെ പുറത്താലും ചെയ്തതിനെ കുറിച്ച് അവൾക്ക് നല്ല ഓർമ്മ കാണുമല്ലോ. ആ ശോ, ഇവളകത്ത് കയറിയില്ലെങ്കിൽ നമുക്ക് ഗൗതമന്റെ കലിപ്പ് ഷോ കാണാൻ പറ്റില്ലല്ലോ. അമ്മ വെയിറ്റ് ചെയ്യേ. കുറച്ച് നാണം കെട്ടാലും ശിവാനി ഒന്ന് ശ്രമിച്ചു നോക്കും. ഞാൻ നാളെ രാവിലെ തന്നെ ഓഫീസിൽ ചെന്ന് ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് വരാം. ശരി. പിന്നെ നമ്മൾ സംസാരിച്ച കാര്യം മറ്റാരും അറിയണ്ട, നിധി പോലും. എന്തോ സീരിയസ് ഇഷ്യൂ ആണല്ലോ ഏട്ടാ. നീ ചെല്ല്, എല്ലാം ഞാൻ പിന്നെ പറയാം. ആ ശരി. ആ നീയോ എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആ, എടാ നിക്ക് നിക്ക്, ഗൗതം ശിവാനിയെ ചീത്ത വിളിക്കുന്നത് നമുക്ക് മറഞ്ഞു നിന്ന് കാണാം. കഷ്ടമുണ്ട് അമ്മേ. ശിവാനി നന്നാവാനും നിങ്ങൾ സമ്മതിക്കില്ലേ? പിന്നെ നന്നായി. എത്ര തല്ല് കിട്ടിയാലും തരം കിട്ടിയ മൂർഖൻ ചീറ്റും. അതുപോലെ അവള്. ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ എന്റെ റൂമിൽ കഴിയുന്നത്? ഞാൻ ഈ സൂപ്പ് തരാൻ. സൂപ്പ് കോപ്പം നീ ഇതുവരെ തന്നൊക്കെ ധാരാളം. നിന്നെ പോലെ വൃത്തിയോട്ട ഒരു പെണ്ണിനെ ഈ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവൻ ചതിക്കാൻ നോക്കിയോളാ നീ. ഗൗതമന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഒഴിഞ്ഞു തന്നത്. എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഈ കള്ളക്കഥ വിശ്വസിക്കാൻ ഈശ്വരമംഗലത്തുള്ള ഒരു നഴ്സറി കുട്ടികളല്ല. എനിക്കറിയാം എന്റെ മനസ്സിന്റെ നന്മ ആരും കാണില്ല. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരാൾക്ക് എന്റെ വേദനകൾ മനസ്സിലായി. നമ്മുടെ അമ്മയ്ക്ക്. നമ്മുടെ അമ്മയോ? അതാരാ അങ്ങനെ ഒരാള്? വസുന്ധരാന്റിയെ ഉദ്ദേശിച്ചത്. ഗൗതമന്റെ അമ്മ എന്റെ അമ്മയല്ലേ? എടി, ഇനിയും നീ ഇവിടെ നിന്നാ വയ്യാത്ത കാലുവെച്ച് ചവിട്ടി പുറത്താക്കും ഞാൻ. ആ, എന്നോട് എന്തിനിങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്? വസുന്ധരാന്റി പറഞ്ഞിട്ട് ഗൗതമന്റെ ആരോഗ്യം ശരിയാക്കാൻ വന്നതാ ഞാൻ. നിന്നോട് ഇറങ്ങി പോനാ പറഞ്ഞു. എന്റെ തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കാം. ഗൗതമന്റെ കാല് പിടിച്ച് ഞാൻ. ഓ, എന്റെ കാലത്തോടെ നിന്റെ കൈ ഞാൻ പറ്റും. ഓ, ഇറങ്ങി പോ. ഗൗതം എനിക്ക് മാപ്പ് തരുന്നൊരു നാള് വരും. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. നിന്നെ ആരെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? നിധി, നിധി, നിക്ക്, പോകാൻ വരട്ടെ. അവിടെ നിക്ക്. നിധി. ആരെയും വിളിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നാ പോ. ഗൗതം, അതിനു മുൻപ് ഈ സൂപ്പ് കുടിക്കാൻ സന്മനസ് കാണിക്കണം. ഗൗതമിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ ചീര സൂപ്പ്. നീ ഒന്ന് പോയേ. നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒന്നും ഞാൻ കഴിക്കില്ല. കടക പുറത്ത് പോ. ഗെറ്റ് ഔട്ട്. ഒരു ചൂപ്പ്. നിനക്കിപ്പോ തൃപ്തിയായല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഗൗതം സാറിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ വസുന്ധരാന്റി അല്ല. ആണെന്നുള്ളത് അവരുടെ തോന്നല് മാത്രമാണ്. അഗ്നിസാക്ഷിയായി ആ മനുഷ്യൻ എന്റെ കഴുത്തിൽ താല് കെട്ടിയ നിമിഷം മുതൽ സാറിന്റെ ഹൃദയത്തിന്റെ ഉടമസ്ഥ ഞാനാണ്. മിസ്സസ് നിധി ഗൗതം. നിന്റെ ഈ പവറിൽ എനിക്ക് സന്തോഷമുള്ളൂ നിധി. ഗൗതമനെ നിന്നെയും തമ്മിൽ അകറ്റാൻ ഇനി ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ഞാനതിന് സമ്മതിക്കില്ല. ഗൗതമനെ ശുശ്രൂഷിക്കാൻ നിനക്ക് നല്ല ആരോഗ്യം വേണം. ഈ ചീര സൂപ്പ് നീ കുടിക്കണം. നിന്റെ ചീരസൂപ്പ് ഇവിടെ ആർക്കും വേണ്ട. നീ തന്നെ അങ്ങ് കുടിച്ചോ. ഇപ്പോഴത്തെ ഈ ക്ഷീണം മാറാനേ ബെസ്റ്റ്.